റവന്യൂ മന്ത്രി AP അനിൽകുമാറിനെതിരെ വണ്ടൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി രംഗത്ത് നിയോജക മണ്ഡലം പ്രവർത്തക സമിതി യോഗത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. മന്ത്രിയായതോടെ മുസ്ലിം ലീഗിനെ അവഗണിക്കുന്നു എന്നതാണ് ആക്ഷേപം. മന്ത്രി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും യോഗത്തിൽ ആരോപണം ഉയർന്നു. അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി ചേർന്നത്. അരുൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മന്ത്രിക്കെതിരായ വിമർശന സ്വരം കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ സാഹചര്യം എന്താണ്? നേതാക്കളൊക്കെ എന്താണ് പറയുന്നത്? ഇക്കാര്യത്തിൽ മന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? രതീഷ്, അതായത് ജനപ്രതിനിധി ആകുന്നതിന് മുമ്പും ജനപ്രതിനിധിയായ AP അനിൽകുമാറിനും രണ്ട് നിലപാടുകളാണ് എന്നുള്ളതാണ് വണ്ടൂർ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ വിമർശനം വരുന്നത് എന്നുള്ളതാണ്. അത് പല വിഷയങ്ങളിലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമങ്ങൾ PA ആയി മണ്ഡലത്തിൽ നിന്ന് ഒരാളെ നിയമിക്കണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് പരിഗണിച്ചില്ല. ഒപ്പം തന്നെ മന്ത്രിയായതിനു ശേഷം ഇത്തരത്തിലുള്ള പല തദ്ദേശ തരത്തിലുള്ള ബോർഡിലേക്കും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ താൽക്കാലിക ജീവനക്കാർ KSEB ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലയിൽ താൽക്കാലിക ജീവനക്കാരിലും മന്ത്രി തന്നിഷ്ടം കാണിക്കുന്നു എന്നുള്ളൊരു നിലപാട് കൂടിയാണ്, ഒരു രൂക്ഷ വിമർശനം കൂടിയാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഒരുപാട് അത്തരത്തിലുള്ള പ്രാദേശിക വിഷയത്തിൽ, അതായത് തിരുവാലി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അതിൽ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിൽ അനിൽകുമാർ ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. കാളികാവ് പഞ്ചായത്തിലെ CDS കുടുംബശ്രീ CDS സ്ഥാനം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ, ഇതിലെല്ലാം തന്നെ മന്ത്രി തന്നിഷ്ടപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാണ്, ലീഗിനെ പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനം തന്നെയാണ് നിലവിൽ വണ്ടൂരിലെ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി എന്തായാലും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. മന്ത്രിക്കെതിരെ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. രതീഷ്.